ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ്. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൺസ്യൂമറിന് ബെറ്റർ പ്രൊട്ടക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്ത പ്രൊഡക്റ്റിൽ എന്തെങ്കിലും റിസ്ക്കോ അല്ലെങ്കിൽ ഡാമേജസോ ഉണ്ടെങ്കിൽ കൺസ്യൂമറിന് അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി ഫയൽ ചെയ്ത് അതിന് വേണ്ട പരിഹാരം കണ്ടെത്താം. അതിനുവേണ്ടി ലോഞ്ച് ചെയ്ത ഒരു ആക്റ്റാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1986 ഞാനിപ്പോൾ എടുക്കാൻ പോണത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് ഫീച്ചറായി പറയുന്നത് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കവേഴ്സ് ഓൾ പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് കോപ്പറേറ്റീവ് സെക്ടർ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രൈവറ്റ്, പബ്ലിക്, കോപ്പറേറ്റീവ് സെക്ടർ ഈ മൂന്ന് സെക്ടറും കവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ മൂന്ന് സെക്ടറിലും എന്തെങ്കിലും പ്രോബ്ലംസ് കൺസ്യൂമറിന് വന്നിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറിന് കേസ് കൊടുക്കാൻ പറ്റും എന്നതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് there are provisions for compensation and extra help to the consumers in the act. ഇതിലെന്താണെന്ന് പറയുന്നത് വെച്ചാൽ കൺസ്യൂമറിന് കോമ്പൻസേഷൻ കൊടുക്കുക. കൺസ്യൂമർ ആ പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ തൊട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറിന് അത് ഫയൽ ചെയ്യാവുന്നതാണ്. കൺസ്യൂമറിന് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ കമ്പനീൻ്റെ പേരിൽ കേസ് കൊടുക്കാവുന്നതാണ്. കേസ് കൊടുത്ത് കേസ് കോടതിയിലെത്തുമ്പോൾ അതിന് പരിഹാരമായിട്ട് കമ്പനി അല്ലെങ്കിൽ കോടതി കമ്പനിയോട് പറയും കൺസ്യൂമറിന് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന്. അപ്പോൾ രണ്ടാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് കൺസ്യൂമറിന് കോമ്പൻസേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ദ ആക്ട് പ്രൊവൈഡ്സ് സെവറൽ റൈറ്റ്സ് ടു ദ കൺസ്യൂമേഴ്സ് സച്ച് ആസ് right to safety, information, choice, representation, redressal and education. കൺസ്യൂമറിന് ഈ ആക്ട് സെവറൽ റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. എന്തിനൊക്കെയാണ്? റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫോർമേഷൻ, റൈറ്റ് ടു ചോയ്സ്, റൈറ്റ് ടു റെപ്രസെൻറ്റേഷൻ, റൈറ്റ് ടു റീഡ്രസൽ ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇതിനെല്ലാം കൺസ്യൂമർ ആക്റ്റിൽ കൺസ്യൂമറിന് റൈറ്റ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർത്ത് പോയിൻ്റായി പറയുന്നത് ദ ആക്ട് ഓൾസോ സേഫ് ഗാർഡ് ദ കൺസ്യൂമർ എഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഫോൾട്ടി ഓർ ഡിഫക്റ്റീവ് ഗുഡ്സ് ആൻഡ് എനി റിസ്ക് ഇറ്റ് മേ കോസ് ടു ദി കൺസ്യൂമേഴ്സ്. ഈ ഫോർത്ത് പോയിന്റിൽ എന്താണ് പറയണമെന്ന് വെച്ചാൽ കൺസ്യൂമർ ഈ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്തപ്പോൾ തൊട്ട് എന്തെങ്കിലും റിസ്ക്കോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് ഫോൾട്ടിയോ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഡാമേജ് ആയ ഗുഡ്സോ ആ ഗുഡ്സ് കൊണ്ട് കൺസ്യൂമറിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറിന് ആ കമ്പനീൻ്റെ പേരിൽ ഫയൽ ചെയ്യാവുന്നതാണ്. ഫയൽ ചെയ്ത ശേഷം ഈ ആക്ട് പ്രകാരം വേണ്ട നടപടികൾ എടുക്കും. അതിനു മുമ്പ് ഈ കമ്പനി ഇതുപോലെ ഒരു ഡാമേജ് വരാതിരിക്കാൻ ആണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഡാമേജ് വരുന്ന പ്രോഡക്റ്റ് കൺസ്യൂമറിന് കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അടുത്തത് ഫിഫ്ത്ത് പോയിൻ്റായിട്ട് പറയുന്നത് 3-tier redressal system, that is the district forum at district level, state commission at the state level and national commission at national level are the most important aspect of this act. ഈ പോയിന്റിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനും കൺസ്യൂമർ കോർട്ടിൽ പ്രൊഡക്റ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ കമ്പനീൻ്റെ പേരിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റും പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ആ പ്രൊഡക്റ്റ് കാരണം എന്തെങ്കിലും റിസ്ക്കോ അല്ലെങ്കിൽ ഡാമേജോ വന്ന പ്രൊഡക്റ്റാണ് കിട്ടിയതെങ്കിൽ ഗവൺമെൻറ്റിനും കൺസ്യൂമർ കോർട്ടിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കമ്പനീൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. അത് ഡിസ്ട്രിക്റ്റ് ആയാലും നാഷണൽ ആയാലും സ്റ്റേറ്റ് ലെവലായാലും ഏത് ഇതിലാണെങ്കിലും ഈ ആക്ടിലൂടെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഫിഫ്ത്ത് പോയിൻ്റായിട്ട് പറയുന്നത്. അടുത്ത സിക്സ്ത് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ദ കംപ്ലൈൻറ്റ്സ് ഹാവ് ടു ബി അഡ്രസ്ഡ് ആൻഡ് റിസോൾവ് വിത്ത് ദി സ്റ്റിപ്പുലേറ്റഡ് ടൈം ലിമിറ്റ് ആൻഡ് ഹെൻസ് ഓൾ കേസസ് ആർ ടൈം ബൗണ്ട്. കൃത്യസമയത്ത് തന്നെ കൺസ്യൂമർ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കണം. എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമർ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എന്നാണ് ആ പ്രോഡക്റ്റ് ഡാമേജ് ആയത് ആ ടൈമിൽ തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അതിപ്പോൾ 1 വീക്ക് അല്ലെങ്കിൽ 1 മന്തൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ബൗൺസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ
കൺസ്യൂമർ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നാണ് 6th പോയിന്റിൽ പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ദ ആക്ട് ഓൾസോ ഹാസ് ദി പ്രൊവിഷൻ ടു എസ്റ്റാബ്ലിഷ് കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ടു മേക്ക് ദി കൺസ്യൂമർ അവെയർ ഓഫ് ദെയർ റൈറ്റ്സ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കൺസ്യൂമറിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ കൗൺസിൽസ് ഈ ആക്ടിൻ്റെ അണ്ടറിൽ ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് 7th പോയിന്റ് പറയുന്നത്. അടുത്ത പോയിന്റ് ദ ആക്ട് ഈസ് അപ്ലിക്കബിൾ on all the products and services until or unless any product or service is especially debarred out of the scope of this act by the central government. ഇതിൽ എന്താണ് പറയണമെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് ഡീബാർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രോഡക്റ്റിലും ഈ ആക്ട് അപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഫീച്ചേഴ്സ്. ഇനി അടുത്തത് പറയാൻ പോണത് അടുത്ത ടോപ്പിക്ക് സ്കോപ്പ് ഓഫ് ദി ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സ്കോപ്പ് എന്താണെന്നാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഈ ആക്ട് നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ ആക്ട് കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസേൺ ചെയ്യുന്നത് ബയ്യറിനെയും അല്ലെങ്കിൽ ഈ ഗുഡ്സ് യൂസർ ചെയ്യണവിനെയാണ്. The act applies to all goods and services of any kind other than for commercial purpose provided by any sector, public, private or cooperative. It also covers public utility services. Public, private അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടേഴ്സിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് കൺസ്യൂമർ ആക്ട് വഴി കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. അടുത്ത ഇതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ ഇവരെല്ലാം കൺസ്യൂമേഴ്സാണ്, എല്ലാവരും കൺസ്യൂമേഴ്സാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരു കൺസ്യൂമർ തന്നെയാണ്. അപ്പോൾ അവർക്കും എന്തെങ്കിലും പ്രശ്നം ഈ പ്രൊഡക്റ്റിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കും കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. കംപ്ലയിൻറ്റ് ക്യാൻ ബി ഫീൽഡ് എയ്തർ പേഴ്സണലി ഓർ ബൈ പോസ്റ്റ്. പേഴ്സണലായിട്ടും അല്ലെങ്കിൽ പോസ്റ്റ് വഴിയും കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദർ ഇസ് നോ ഫീ ഫോർ ഫയലിംഗ് എ കംപ്ലയിൻറ്റ്. ഈ കംപ്ലയിൻറ്റ് ചെയ്യുന്നതിന് ഫീ ഒന്നുമില്ല. The complaint may relate to defect in the goods, deficiency in service, price variation and unfair trade practices. എന്തിൻ്റെയൊക്കെ പേരിലാണ് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുക? ഗുഡ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ, അല്ലെങ്കിൽ സർവീസിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വന്നാലോ, പ്രൈസ് വേരിയേഷൻ വന്നാലോ, അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് എന്തെങ്കിലും നടന്നാലോ മാത്രമാണ് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പേരിൽ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുക. മെയിനായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമറിന് ബെറ്റർ പ്രൊട്ടക്ഷൻ കൊടുക്കുക. കൺസ്യൂമർ ചെയ്ത പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുക. ഇതെല്ലാമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സ്കോപ്പും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഫോം ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.